ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ഫൺ സീറ്റ്സ് ബി ജൂലിയ. അപ്പോൾ ഗൈസ്, ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എനിക്ക് നല്ല പനിയാണ്, എൻ്റെ സൗണ്ട് നല്ല വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയൊരു എയർ ഡ്രോപ്പിനെ കുറിച്ചിട്ട് തന്നെയാണ്. പക്ഷേ എയർ ഡ്രോപ്പിനെ കുറിച്ച് മാത്രമല്ല ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒപ്പം ഒരു അനൗൺസ്മെൻറ്റും കൂടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ എത്രത്തോളം ഈ വീഡിയോയുടെ ലെങ്ത് കൂടും എന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. നോക്കാം, മാക്സിമം ചുരുക്കി തന്നെ ഈ ഒരു വീഡിയോ ചെയ്ത് തീർക്കാൻ ഞാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ബോറടിപ്പിച്ചാലോ? അപ്പോൾ ഒട്ടും ബോറടിപ്പിക്കാതെ തന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലോ ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ വരുന്നത് ക്രിപ്റ്റോ പ്രൊജക്റ്റിലും എയർ ഡ്രോപ്സിനുമുള്ള നിങ്ങളുടെ അല്ലെങ്കിൽ ചില ആളുകളുടെ തെറ്റിദ്ധാരണകളെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം സംസാരിക്കാം. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ പലരും എയർ ഡ്രോപ്സും ടെസ്റ്റ്നെറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലേ? പക്ഷേ ഭൂരിഭാഗം ആളുകളും അറ്റ് ദ എൻഡ് നോട്ട് എലിജിബിളായി മാറുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യം എന്താണെന്ന് നിങ്ങൾ ഇതിൽ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ആദ്യം നമ്മൾ ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റ് എന്തിനാണ് എയർ ഡ്രോപ്പ് അല്ലെങ്കിൽ റിവാർഡ് നൽകുന്നതെന്ന് മനസ്സിലാക്കണം. അതിന് കുറേ റീസൺസ് ഉണ്ട്, എല്ലാം ഞാൻ പറഞ്ഞു പോകുന്നില്ല. സോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, അവർക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, അതിലൂടെ പ്രൊജക്റ്റിൻ്റെ യൂട്ടിലിറ്റി എല്ലാവരിലേക്കും എത്തിക്കുക എന്നത് അവരുടെ ഒരു പ്രധാന ലക്ഷ്യം തന്നെയാണ്. കൂടാതെ ആ കോയിൻ്റെ ഓണർഷിപ്പ് കൂടുതൽ ആളുകളിലേക്ക് കൊണ്ടുവരികയും ആ കോയിൻ്റെ ട്രേഡിംഗ് വോളിയം കുറച്ചുകൂടെ കൂടുതലായിട്ട് കൊണ്ടുവരികയും ചെയ്യുക എന്നത് തന്നെയാണ് മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. സോ ഇത് മാത്രമല്ല, വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ നമുക്ക് എയർ ഡ്രോപ്പ് നൽകുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എയർ ഡ്രോപ്പ് തരിക എന്നതല്ല ഒരു പ്രൊജക്റ്റിൻ്റെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്കൊരു എയർ ഡ്രോപ്പ് തരുന്നത് അല്ലെങ്കിൽ അതിൽ അവരൊരു കോയിൻ ഇറക്കുന്നതിനോ അവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ട്. അതായത് ആ ഒരു പ്രൊജക്റ്റിൻ്റെ വളർച്ചയും അതിൻ്റെ യൂട്ടിലിറ്റിക്കും വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഈ ഒരു കോയിൻ അല്ലെങ്കിൽ അവരവരുടേതായ ഒരു നേറ്റീവ് കോയിൻ എന്ന രീതിയിൽ മിക്ക പ്രൊജക്റ്റുകളും കോയിൻ ലോഞ്ച് ചെയ്യുന്നത്. അതിപ്പോൾ ആ ഒരു ടൈമിൽ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന നമ്മളെ പോലുള്ള കുറച്ച് ആളുകൾക്ക് അവർ ഒരു ചെറിയ സമ്മാനം പോലെ ഒരു റിവാർഡ് അവർ നൽകും. അത് മാത്രമാണ് ഈ ഒരു എയർ ഡ്രോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമുക്ക് പൈസ തന്ന് നമ്മളെ വലിയവരാക്കാൻ വേണ്ടിയിട്ടല്ല ഒരു പ്രൊജക്റ്റുകാരും എയർ ഡ്രോപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. കുറച്ചുകൂടി സിമ്പിളായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കോയിൻ എടുക്കുകയാണ്. ആ ഒരു കോയിന് ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 1 ബില്യൺ ആണെന്ന് കരുതുക. ഒട്ടുമിക്ക പ്രോജക്റ്റുകളുടെയും കോയിൻ്റെ ടോട്ടൽ സപ്ലൈ 1 ബില്യൺ ഒക്കെ തന്നെ ആയിരിക്കും. അത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു കോയിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 1 ബില്യൺ ആണെന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ അവർ അതിനെ ഡിവൈഡ് ചെയ്യും. ഉദാഹരണത്തിന് ടീമിന് 20% കൊടുക്കണം എന്നവർ ഡിവൈഡ് ചെയ്യും. ഇൻവെസ്റ്റേഴ്സിന് 10%, പ്രൊജക്റ്റിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നവർക്ക് 20%. അങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കും അവർ അതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആ ഒരു ടൈമില് കമ്മ്യൂണിറ്റിക്ക്, അതായത് എയർ ഡ്രോപ്പ് റിവാർഡിനും അവർ ഒരു നിശ്ചിത തുക അല്ലെ നിശ്ചിത പെർസെൻറ്റേജ് അവർ മാറ്റിവെക്കുന്നതായിരിക്കും. അതിപ്പോൾ ഒരു 10% ആണെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ 1 ബില്യന്റെ 10% എന്ന് പറയുമ്പോൾ ഏതാണ്ട് 100 ബില്യൺ. അപ്പോൾ ഈ ഒരു 100 ബില്യൺ ആയിരിക്കും അവർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്. അപ്പൊ ഇനിയാണ് യഥാർത്ഥ പണി ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു 100 ബില്യൺ നമ്മളെ പോലുള്ള എയർ ഡ്രോപ്പേഴ്സിന് അവർക്ക് തരണമല്ലോ. അപ്പൊ നിങ്ങൾ കരുതും ഈ 100 ബില്യൺ ഇല്ലേ, ഇത് എല്ലാവർക്കും ഒരുപോലെ വിരിച്ചു കൊടുത്താൽ പോയത്? പറ്റത്തില്ല. ഓരോ പ്രൊജക്റ്റും ശരിക്കും കുഴപ്പത്തിലാവുന്നത് ഈ ഒരു ഘട്ടത്തിലായിരിക്കും. അത് നിങ്ങൾക്ക് എന്താണെന്നറിയാവോ? ഇന്ന് ക്രിപ്റ്റോയിൽ ഒട്ടനവധി കമ്മ്യൂണിറ്റികളുണ്ട്. ഇന്തോനേഷ്യൻസ്, നൈജീരിയൻസ്, വിയറ്റ്നാമീസ്, ഇങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട്. ഇതിൽ പലതിലും അറൌണ്ട് 1 മില്യണോളം യൂസേഴ്സ് കാണാം. അപ്പോൾ എല്ലാവരും ആക്റ്റീവ് ആയിരിക്കണം എന്നില്ല. പോട്ടെ, ആക്റ്റീവ് അല്ലാത്തവരെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു 10% ആളുകളെങ്കിലും ആക്റ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ 10% ആളുകളും വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ ആക്റ്റീവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആക്റ്റീവ് യൂസേഴ്സ് ആയിട്ടുണ്ടെന്ന് നമുക്ക് കരുതാം. അങ്ങനെയാണെങ്കിൽ ഈ 1 ലക്ഷം ആളുകൾക്ക് കൊടുക്കണം. അതിനകത്ത് വേറെ ട്വിസ്റ്റ് ഉണ്ട്. 1 ലക്ഷം ആളുകളിൽ ഒരാൾ തന്നെ 4-5 അക്കൗണ്ടുകൾ ചെയ്യുന്നവരുണ്ട് ഇല്ലേ? ഇപ്പോൾ അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ 2-3 അക്കൗണ്ടിലൊക്കെ ഞാൻ പലപ്പോഴും എല്ലാ എയർ ഡ്രോപ്സും, ഒരു എയർ ഡ്രോപ്പ് അല്ല, പല എയർ ഡ്രോപ്പ് അല്ല, എല്ലാ എയർ ഡ്രോപ്സും ഞാൻ ചെയ്യാറുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 1, 2, 3 അക്കൗണ്ട്സിൽ ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് കിട്ടുന്നത് ചിലപ്പോൾ ചിലതിൽ കുറവായിരിക്കും. ചിലത് ഒറ്റ അക്കൗണ്ടിലേക്ക് കിട്ടിയുള്ളെങ്കിലും നല്ല രീതിയിലുള്ള റിവാർഡ്സ് നമുക്ക് കിട്ടും ഇല്ലേ?
ഇപ്പം പലതുള്ളി പെരുവെള്ളം പറയുന്ന പോലെ കുറച്ചേ കിട്ടിയുള്ളെങ്കിൽ 2 അക്കൗണ്ടിലും 3 അക്കൗണ്ടിലായിട്ട് ഒരുമിച്ച് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇത് 3 കൂടെ ഒരുമിച്ച് ആക്കുമ്പോൾ ഇച്ചിരിയെങ്കിലും നല്ലൊരു തുക നമുക്ക് കിട്ടുമല്ലോ. ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും ഏതൊരു ആളുകളുടെയും ഉള്ളിലുണ്ടാവുക. അവർ അതിനനുസരിച്ചിട്ട് 3, 4, 5 അക്കൗണ്ടിലൊക്കെ ചെയ്യും. സ്വാഭാവികം, ഞാൻ കുറ്റം പറയുന്നില്ല. ഇനി 20, 30 അക്കൗണ്ടിലൊക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ 20, 30 അക്കൗണ്ടിലൊക്കെ ചെയ്തിട്ട് പ്രോഫിറ്റ് കാർഡ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ ആൾക്കാർ അങ്ങനെ ഇടുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കണം. എയർ ഡ്രോപ്പ് പോസ്റ്റ് മിക്ക കമ്മ്യൂണിറ്റിയിലും അറ്റ് എ ടൈം വന്നാൽ എങ്ങനെ പോയാലും ആ പ്രൊജക്റ്റിൽ അറൌണ്ട് 1 മില്യണിൽ കൂടുതൽ വാലറ്റ് പാർട്ടിസിപ്പേഷൻസ് കാണും. അപ്പൊ ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ മൊണാഡിന്റെ കേസിൽ നിങ്ങൾ നോക്കിയേ, എന്റെ വാലറ്റിന്റെ റാങ്ക് നോക്കി കഴിഞ്ഞാൽ അത് എണ്ണാൻ പോലും പാടായിരിക്കും. അപ്പൊ ഇപ്പൊ ട്രെൻഡി ആയിട്ടുള്ള ഏതൊരു പ്രൊജക്റ്റിൽ നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താലും എങ്ങനെ പോയാലും നമ്മുടെ റാങ്ക് 5 ലക്ഷത്തിന് മുകളിലായിരിക്കും എങ്ങനെ നോക്കിയാൽ. അപ്പൊ ഇങ്ങനെ 1 മില്യൺ യൂസേഴ്സ് ഉണ്ടെന്ന് കരുതുക. അവർക്കെല്ലാം കൂടെ വേണം ഈ ഒരു 100 മില്യൺ വീതിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരാൾക്ക് 100 കോയിൻ തുല്യമായിട്ട് വീതിക്കാതെ വിചാരിച്ചോ, വെറും 100 കോയിൻ മാത്രമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല മിക്ക പ്രൊജക്ട്സും ചെയ്യാറ്. അവര് റാങ്കിനനുസരിച്ചിട്ടായിരിക്കും റിവാർഡ്സ് കൊടുക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ടോപ്പിൽ നിൽക്കുന്നവന് അറൌണ്ട് 500 കോയിൻസും ലാസ്റ്റ് നിൽക്കുന്നവന് വെറും 10 കോയിനും എന്ന രീതിയിലായിരിക്കും കിട്ടുക. അപ്പോൾ ഓർത്തേ, ആ കോയിന്റെ വില വെറും 0.1 മാത്രമേ ഉള്ളെങ്കിലോ. ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കാം. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അതിലും കൂടാം കുറയാം. ഞാനൊരു ഏകദേശം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 0.1 ആണെന്ന് നമുക്ക് കരുതാം. അങ്ങനെയാണെങ്കിൽ തന്നെ ടോപ്പിൽ നിൽക്കുന്നതിന് എന്തായിരിക്കും കിട്ടുക? വെറും $50. ലാസ്റ്റ് നിൽക്കുന്നതിനോ വെറും $1. അപ്പൊ ഇങ്ങനെയായിരിക്കും പലപ്പോഴും മിക്കവരുടെയും ഒരു അവസ്ഥ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ എല്ലാവർക്കും ടോപ്പ് 1 എത്താൻ പറ്റണമെന്നില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇത് ഷിറ്റ് പ്രോജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഡസ്റ്റ് പ്രോജക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ പോയിട്ട് തെറിവിളിയായി പോസ്റ്റുകളായി അങ്ങനെ. ഇത് കൂടാതെ ഇനി വേറൊരു സംഭവം ഉണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ബിനാൻസ് പോലുള്ള അണ്ണന്മാരുടെ കളി ഇതിൻ്റെ ഇടയ്ക്കുണ്ടാവും അല്ലേ. ബിനാൻസ് എന്നത് ഒരു നമ്പർ 1 ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ബിനാൻസിൽ ലിസ്റ്റ് ചെയ്താൽ തന്നെ വലിയ ട്രേഡിംഗ് വോളിയം ഉണ്ടാവും. ആ ഒരു പ്രൊജക്റ്റ് വളരെയധികം ജനശ്രദ്ധ പിടിക്കും എന്നൊക്കെ ആയിരിക്കും നമ്മളുടെ എല്ലാവർക്കും ഉള്ളൊരു അറിവ് അല്ലേ. ഇതിനെ അവർ മുതലെടുക്കും. അതെന്താന്ന് വെച്ചാല് ബിനാൻസ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളോട് പറയും, അല്ലയോ പ്രൊജക്റ്റ് മുതലാളി, നിങ്ങളുടെ കോയിൻ ഞങ്ങളുടെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ടോക്കണിന്റെ ഇത്ര ശതമാനം ഞങ്ങൾക്ക് തരിക. അത് ഞങ്ങളുടെ ആൽഫ റിവാർഡ് പ്രോഗ്രാമായി ഞങ്ങൾ യൂസേഴ്സിന് നൽകാം എന്ന് പറയും. അപ്പോൾ അവരുടെ പ്രോജക്റ്റിന്റെ ഭാവിക്കായിട്ട് ബിനാൻസ് പോലുള്ളൊരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രൊജക്റ്റിന്റെയും ഒരു വലിയൊരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? അവർ ആ ഒരു ഡിമാൻഡിന്റെ മുമ്പിൽ കീഴടങ്ങുക തന്നെ ചെയ്യും. അപ്പൊ ഇവിടെ ആർക്കാ പണി കിട്ടുന്നത്? നമ്മളെപ്പോലുള്ള സാധാരണ യൂസേഴ്സിനായിരിക്കും പണി കിട്ടുക. കാരണം ഈ ശതമാനത്തിൽ നിന്നായിരിക്കും അങ്ങോട്ട് പോവുക. അപ്പൊ ഈ പ്രൊജക്റ്റുകൾ അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് തരാനുള്ള 10% നിന്ന് ഇപ്പൊ ഒരു 5% അവർ ആവശ്യപ്പെടുവാണെങ്കിൽ ഈ 5% ബിനാൻസുകാർക്ക് കൊടുക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? 10% എന്നുള്ളത് 5% കുറയും. ഇനി ഈ 5% നിന്ന് വേണം കമ്മ്യൂണിറ്റീസിലുള്ളവർക്ക് കൊടുക്കാനായിട്ട്, നമ്മളെപ്പോലുള്ള യൂസേഴ്സിന് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഓർത്ത് നോക്കിയേ, 100 മില്യൺ പിന്നെ കുറഞ്ഞിട്ട് വെറും 40 മില്യൺ അല്ലെ 50 മില്യൺ എന്നൊരു രീതിയിലേക്ക് മാറും അല്ലേ. ഇനി ഇത് വേണം എല്ലാവർക്കും കൂടെ അവർ വീതിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അവരൊരു സ്ട്രാറ്റജി യൂസ് ചെയ്യും. അത് മറ്റൊന്നുമല്ല, അവരുടെ പ്രൊജക്റ്റുകളിലെ ടോപ്പ് യൂസേഴ്സിനും അവരെ സപ്പോർട്ട് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സിനും ജെനുവിൻ എയർ ഡ്രോപ്പ് യൂസേഴ്സിനും മാത്രം അവർ റിവാർഡ് നൽകാനായിട്ട് തീരുമാനിക്കും. എന്നിട്ട് അതിനുവേണ്ടി പല രീതിയിലുള്ള ക്രൈറ്റീരിയാസ് അവർ കൊണ്ടുവന്നിട്ട് അവർ യൂസേഴ്സിനെ ഫിൽട്ടർ ചെയ്യുകയും ചെയ്യും. ഇനി പറയുന്നതാണ് ഞാൻ നിങ്ങളുടെ പലപ്പോഴും പറയുന്ന കാര്യം, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേ കേൾക്കണം. അപ്പോൾ മിക്ക കമ്മ്യൂണിറ്റികളും പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇടാറ് ആ പ്രൊജക്റ്റ് ഷെയർ ചെയ്യുന്ന ടാസ്കുകൾ മാത്രമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടാസ്കുകൾ മാത്രമേ നമ്മൾ ചെയ്യും. അതായത് ഉദാഹരണത്തിന് ഡെയിലി ചെക്കിന്, ടാസ്ക് സ്വാപ്പുകൾ, ബ്രിഡ്ജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ അവർ നോക്കുമ്പോഴത്തേക്കും 50% ആളുകളും ഇത് മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ദിവസം ചെയ്യുന്നുണ്ടായിരിക്കും, കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ എന്ത് ചെയ്യത്തുള്ളൂ? ഇത് മാത്രമേ ചെയ്യത്തുള്ളൂ. വേറെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ 50% ആളുകളെയും അവർ ആദ്യം തന്നെ അതും പറഞ്ഞ് എന്ത് ചെയ്യും? വെളിയിലെടുത്ത് കളയും. അവരുടെ പ്രൊജക്റ്റിൽ നിന്ന് അവർ ഫിൽട്ടർ ചെയ്ത് കളയും. ഇനി അടുത്തത്, ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ടെസ്റ്റിംഗ് തുടങ്ങുന്ന ആ ഒരു സമയം തൊട്ട് അത് തീരുന്നവരെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി അപ്ഡേറ്റ്സ് അവർ ഇടാറുണ്ട്. അതിൽ ഒരെണ്ണമെങ്കിലും മിസ്സായാൽ പോലും
ചിലപ്പോൾ അവർ അതിൻ്റെ പേരും പറഞ്ഞ് കുറേ ആൾക്കാരെ എടുത്തു കളയും. പിന്നെ വാലറ്റ് സ്കോർ, വാലറ്റ് ഏജ്, അങ്ങനെ വേറെ പല ക്രൈറ്റീരിയാസും അവർ പറയും. ഇത് പറഞ്ഞും അവർ കുറേ ആൾക്കാരെ എടുത്ത് കളയും. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനുവിൻ ടെസ്റ്റേഴ്സിനെയാണ്, ജെനുവിൻ കോൺട്രിബ്യൂട്ടേഴ്സിനെയാണ്. ഇനി അത് എങ്ങനെയാണ് അവർ നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ സ്വാപ്പും ബ്രിഡ്ജും മാത്രം ചെയ്യുന്നവരല്ല അവർക്ക് വേണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ടത് അവരുടെ ബ്ലോക്ക് ചെയിൻ്റെ സ്പീഡ്, ആക്യുറസി, അതുപോലെ സെക്യൂരിറ്റി, ഇതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ കോൺട്രാക്ട് ഡിപ്ലോയിങ് കറക്റ്റാണോ, ട്രാൻസാക്ഷൻ കോൾസ് ഒക്കെ കറക്റ്റാണോ, എന്തെങ്കിലും ബഗ്സോ കാര്യങ്ങളോ ഉണ്ടോ, ഇവരുടെ ബഗ്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നവർ ഒക്കെയാണ് അവർക്ക് വേണ്ടത്. അതേപോലെ തന്നെ അവരെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് ഫീഡ്ബാക്സ് ഒക്കെ സോഷ്യൽ മീഡിയാസിൽ കൊടുത്തിട്ടുള്ളവർ, സോഷ്യൽ മീഡിയാസിലൂടെ മറ്റുള്ളവരിലേക്ക് മാക്സിമം അവരെ റീച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നവരെയാണ് അവർക്ക് ആവശ്യം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, അവരുടെ പോസ്റ്റുകളിലൊന്നും ഇതൊന്നും ഇടുന്നതായിട്ട് കാണുന്നില്ലല്ലോ, അതേപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റീസ്, നിങ്ങളെപ്പോലുള്ളവരുടെ കമ്മ്യൂണിറ്റീസിലൊന്നും ഇതൊന്നും മെൻഷൻ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഡൗട്ട് അല്ലേ. അപ്പോൾ ഇതിനൊരു സൊല്യൂഷനായിട്ടാണ്, അല്ലെങ്കിൽ ഇതിന് എങ്ങനെ മറികടക്കാം എന്നൊരു അനൗൺസ്മെന്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് റിവാർഡ് മേടിച്ചുകൊണ്ട് പോകാം എന്നൊരു രീതി മാറ്റി വെച്ചുകൊണ്ട് ഒരു പ്രൊജക്റ്റിന്റെ ബീറ്റ സ്റ്റേജിൽ കയറി അത് തീരുന്നവരെ വരെ എല്ലാ രീതിയിലും ഒരു റിയൽ ടെസ്റ്ററായി നിന്നുകൊണ്ട് തന്നെ അതിന്റെ ടോപ്പിൽ വരിക എന്ന ലക്ഷ്യത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഇനി മുതൽ. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും ടോപ്പ് 100-ൽ നമ്മൾ വരണം, അതാണ് ഞാൻ ഉന്നമിക്കുന്നത്. പക്ഷെ അത് വെറുതെ ഒന്നും പറ്റത്തില്ല. അതിന് ക്രിപ്റ്റോയെക്കുറിച്ച് to Z കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനെപ്പറ്റി നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. സോ ക്രിപ്റ്റോയെ കുറിച്ചിട്ട് ഉള്ള to Z കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ലേണിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നതാണ് ഞാൻ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. എയർ ഡ്രോപ്പ് മാത്രമല്ല, ക്രിപ്റ്റോയെ ഒരു ഫുൾ ടൈം കരിയർ ആക്കുന്ന രീതിയിൽ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയൊരു സീരീസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൽ നിന്നുള്ള ജോലി സാധ്യതകളും ക്രിപ്റ്റോയിലൂടെയുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും അതേപോലെ തന്നെ കഴിവുള്ളവർക്ക് നിങ്ങളുടെ കഴിവുകൾ തെളിയിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഇവിടെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയൊരു ലേണിംഗ് സീരീസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളോടൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും നായകനാണെന്ന് കരുതുന്ന പല കാര്യങ്ങളും പല ആളുകളുമാണ് ഇവിടുത്തെ ശരിക്കുള്ള വില്ലന്മാരെന്ന് പറയുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എയർ ഡ്രോപ്സ് കിട്ടാത്തതും അതിൻ്റെയൊക്കെ കാര്യങ്ങളും ഒക്കെ ഇവർ തന്നെയായിരിക്കും. സോ അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം നമ്മളുടെ ഈ ഒരു ലേണിംഗ് സീരീസിലൂടെ തന്നെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാനും എൻ്റെ ടീമും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നെനിക്ക് ഇപ്പോൾ തന്നെ ഒരു മുൻധാരണ തന്നെ എനിക്കുണ്ട്. സോ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഏതൊരു വെല്ലുവിളിയെ ഞാൻ മറികടന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കും. സോ ക്രിപ്റ്റോയെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി നല്ല രീതിയിൽ എങ്ങനെ ക്രിപ്റ്റോയെ യൂസ് ചെയ്യാം, എങ്ങനെ ക്രിപ്റ്റോയിലൂടെ വരുമാനം നേടാം എന്നൊരു രീതിയിലേക്ക് നിങ്ങളെ പ്രാപ്തരാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടും ബ്ലെസ്സിങ്സും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. സോ അടുത്തത് ഇനിയൊരു ഈ അടുത്തായിട്ട് തന്നെ ഒരു ലേണിംഗ് സീരീസ് ഇൻട്രോ വീഡിയോ ആയിട്ട് ഞാൻ വരാം. ആ ഒരു ഇൻട്രോയിൽ എന്താണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, എന്താണ് ഞാൻ ലേണിംഗ് സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ആയിരിക്കും വരുന്നത്. സോ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. ലേണിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ക്രിപ്റ്റോയെ കുറിച്ചിട്ട് 1 by 1 ആയിട്ട് പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. സോ ബി പ്രിപ്പയർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തിരിച്ചു കളയാം. അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ ഇൻട്രോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരു ടെസ്റ്റഡ് പ്രോജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വീഡിയോ കൂടിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ നമുക്ക് അതിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ നമ്മളിത് നോക്കുന്ന എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഡെസിബൽ ആണ്. ആപ്റ്റോസ് നെറ്റ്വർക്കിലെ വളരെ പ്രധാനപ്പെട്ടതും ശ്രദ്ധേയവുമായ ഒരു പ്രോജക്റ്റ് ആണ് ഡെസിബൽ എന്ന് പറയുന്നത്. ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിന്റെ അതേ സ്പീഡോടുകൂടി സൗകര്യങ്ങളും നൽകുന്ന എന്നാൽ പൂർണ്ണമായും ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് ഡെസിബൽ എന്ന് പറയുന്നത്. ഒരു ഹൈ പെർഫോംഡ് ട്രേഡിംഗ് എഞ്ചിൻ ആണെന്ന് തന്നെ നമുക്ക് പറയാം. സാധാരണ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ പലപ്പോഴും നമുക്ക് സ്പീഡ് കുറവും ഫീസ് കൂടുതലൊക്കെ ആയിട്ട് അനുഭവപ്പെടാറുണ്ട് അല്ലേ. എന്നാൽ ഡെസിബലിന്റെ കേസിൽ ആപ്റ്റോസ് ബ്ലോക്ക് ചെയിനിന്റെ ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വളരെ സ്പീഡിൽ നമുക്ക് ട്രേഡുകൾ നടത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇവരുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഒന്ന് ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോം എന്നൊരു രീതി തന്നെയാണ്. അതായത് സ്പോട്ട് ട്രേഡിങ്, പെർപച്വൽസ്, റിയൽ സ്ട്രാറ്റജീസ് ഇവയെല്ലാം തന്നെ ഒരൊറ്റ
ചെറിയസ്റ്റ് സ്ഥലത്ത് ലഭ്യമാക്കുക എന്നത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. അതേപോലെ തന്നെ സ്പീഡ്, ആ കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാനില്ല. ഒരു സെക്കൻഡിൽ 10 ലക്ഷത്തിലധികം ഓർഡറുകൾ കൈകാര്യം ചെയ്യാനായിട്ട് ഇവർക്ക് ശേഷിയുണ്ടെന്നാണ് അവർ പറയുന്നത്. ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നിന്ന് ലഭിക്കുന്ന അതേ സ്പീഡ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നത്തെ കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിലുള്ള പലതരം കോയിനുകൾ നിങ്ങളുടെ വാലറ്റിലായിരിക്കും അല്ലേ. അപ്പോൾ ഇതെല്ലാം ഒരേ സമയം കൊളാട്രലായിട്ട് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫണ്ടുകളൊക്കെ എപ്പോഴും നിങ്ങളുടെ തന്നെ നിയന്ത്രണത്തിലായിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് എ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്. എന്നാൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളെ പോലെ തന്നെ ഫണ്ടുകൾ നഷ്ടപ്പെടാനുള്ള യാതൊരു സാധ്യതകളും ഇവിടെ ഇല്ല എന്നാണ് അവർ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡെസിബൽ അവരുടെ ടെസ്റ്റഡ് ഫേസിലാണ് പ്രവർത്തിക്കുന്നത്. 2026 തുടക്കത്തിലൊക്കെ ഇതിന്റെ ഒരു മെയിനെറ്റ് ലോഞ്ച് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആപ്റ്റോസ് ലാബ്സിന്റെയും ഡെസിബൽ ഫൗണ്ടേഷന്റെയും ഒരു പിന്തുണ ഇതിനുണ്ടെന്നുള്ള കാര്യം അവർ പ്രത്യേകം പറയുന്നുണ്ട്. ആപ്റ്റോസ് എക്കോസിസ്റ്റത്തിലെ ഏറ്റവും മികച്ച ട്രേഡിംഗ് അനുഭവങ്ങളിൽ ഒന്നായിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും 1-2 പോരായ്മകൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ചെറിയ ചെറിയ ബഗ്സ്, ചെറുതല്ല ഇച്ചിരി അത്യാവശ്യം നല്ല രീതിയിലുള്ള ബഗ്സ് ഇതിൽ നിന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നല്ലൊരു ബഗ് ഇവിടെ ഉണ്ട്, പക്ഷേ അത്ര കാര്യമാക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. കാരണം എല്ലാ പ്രൊജക്റ്റുകളുടെ ആദ്യഘട്ടങ്ങൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമല്ലോ. സോ അവരുടെ മെയിൻ ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്ക് അവരതൊക്കെ നല്ല രീതിയിൽ പരിഹരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി ഡെസിബലിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാമെന്നും എങ്ങനെ നമുക്കതിൽ എലിജിബിൾ ആകാം എന്നുള്ള കാര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് കടക്കാം. സോ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി സൈറ്റിലേക്ക് കയറുക. അപ്പോൾ ഇതൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ നിങ്ങളിവിടെ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം ചാർട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. സോ ഫസ്റ്റ് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യണം. സോ ആപ്റ്റോസ് വാലറ്റ് വേണം നിങ്ങളിവിടെ കണക്ട് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ സൊലാനയോ ETH വാലറ്റോ ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് ആപ്റ്റോസ് വാലറ്റ് കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഞാൻ ഇവിടെ ആപ്റ്റോസിന്റെ പെട്ര വാലറ്റ് ആണ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ OKX ഇപ്പോൾ പറ്റുന്നില്ല. ഇപ്പോൾ നിലവിൽ എന്തോ എററാണ് കാണിക്കുന്നത്. അതായത് ആപ്റ്റോസ് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് എറർ കാണിക്കുന്നത്. സൊലാനയിലോ ETHയിലോ ആണെങ്കിൽ കുഴപ്പമില്ല, OKX അങ്ങനെ കണക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആപ്റ്റോസ് വാലറ്റ് ഉണ്ടെങ്കിൽ ആപ്റ്റോസ് വാലറ്റ് തന്നെ നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി വാലറ്റ് കണക്ട് ചെയ്തു. ഇനി നമുക്കിവിടെ ട്രേഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഫണ്ട് വേണം ആസ് യൂഷ്വൽ. പക്ഷേ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ടെസ്റ്റഡ് ഫേസിലായിട്ട് ടെസ്റ്റഡ് ഫണ്ട് മതി. സോ അതിനായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിൽ മുകളിലായിട്ട് മിൻറ്റ് USDC എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1000 USDC ടെസ്റ്റ് നെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി ക്ലെയിം ചെയ്യാവുന്നതാണ്. ഡെയിലി വന്ന് നിങ്ങൾക്ക് ഒരു 1000 USDC മിൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാലറ്റ് കൺഫർമേഷൻ വരും. ജസ്റ്റ് അത് കൊടുക്കുക. 1000 USDC ക്ലെയിം ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്കിവിടെ ട്രേഡ് ചെയ്യണം. സോ ഓൾറെഡി ഇവിടെ BTC USD എന്നുള്ള ഒരു പെയർ ഇവിടെ ഇതിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾക്ക് അത് വേണം യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പെയർ സെലക്ട് ചെയ്ത ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പെയേഴ്സ് കാണാം. ഏത് പെയർ വേണമെങ്കിലും എടുത്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. അതിലൊന്നും പ്രശ്നമില്ല. സോ ഞാനിവിടെ BTC തന്നെയാണ് എടുക്കുന്നത്. സോ BTC സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ലോങ് ഓർ ഷോർട്ട് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വ്യൂ, അതായത് BTCയുടെ വില മുകളിലേക്ക് പോകും എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ലോങ് എടുക്കണം. ഇനി അതല്ല BTCയുടെ വില താഴേക്കായിരിക്കും പോവുക എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഷോർട്ട് ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ അവിടെ ക്രോസ് മാർജിന്, മാർക്കറ്റ് ഓർഡർ ഇതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെ പറ്റിയിട്ടൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, ബിക്കോസ് ട്രേഡിംഗ് കൂടെ ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ ഇന്നെങ്ങും തീരത്തില്ല, അതുപോലെ ലെങ്ത് ആയി പോവും. സോ അങ്ങനെയുള്ള ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ നിങ്ങൾ അത് ഏതെങ്കിലും ഒന്ന് കണ്ടിട്ട് ട്രേഡിംഗ് ഒക്കെ ഒന്ന് പഠിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലിവറേജ് കാണാം. ഇഷ്ടമുള്ള ഒരു ലിവറേജ് സെലക്ട് ചെയ്യുക. ഞാൻ 50x ആണ് വെക്കുന്നത്. എന്നിട്ട് താഴെ നിങ്ങൾക്ക് ഓർഡർ സൈസ് കാണാനായിട്ട് സാധിക്കും. ഓർഡർ സൈസ് എത്ര BTC ആണ് അല്ലെങ്കിൽ എത്ര USDC ആണെന്നുള്ള ഈ ഒരു ട്രേഡ് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. then അവിടെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അവർ സ്ക്രോൾ ചെയ്യാവുന്നൊരു ഇത് കാണാമല്ലോ, അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്തായാലും കുഴപ്പമില്ല. 0.19 BTC ആണ് ഞാൻ ട്രേഡ് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. സോ പ്ലേസ് BTC ഓർഡർ എന്ന് കാണിക്കും. അപ്പോൾ എത്ര മാർജിൻ വേണം, എത്രയാണ് ലിക്വിഡേഷൻ പ്രൈസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ BTCയുടെ ലോങ് പൊസിഷനാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത പൊസിഷൻ ഇവിടെ കാണിക്കാനായിട്ട് ഇത്തിരി പാടാണ്.
കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു അത്യാവശ്യം നല്ല രീതിയിൽ ബഗ്സ് ഉണ്ട്. സോ ഞാൻ ഇടയ്ക്കൊന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കണം. റീഫ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ പൊസിഷൻ ഓപ്പൺ ആയിട്ട് അത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എൻ്റെ പൊസിഷൻ ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടെ പൊസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എടുത്ത പൊസിഷൻ കാണാനായിട്ട് സാധിക്കും. എനിക്കിപ്പോൾ $7 മൈനസിലാണ് കിടക്കുന്നത്, ലോസ് ആണ്, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് നെറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ ബഗ്സ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾ അതെല്ലാം തന്നെ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ നോട്ട് ചെയ്തെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. അതുപോലെ തന്നെ ഇവിടെ P&L റിപ്പോർട്ട് വരും. അപ്പോൾ അത് ഒന്ന് നിങ്ങൾ ജസ്റ്റ് സേവ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെടുത്ത പൊസിഷൻസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ മാർക്കറ്റ് ഓർഡർ, ലിമിറ്റ് ഓർഡർ ഒക്കെ കാണാം. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ TP/SL ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ പൊസിഷൻ ക്ലോസ് ചെയ്യുകയാണ്. എത്ര പെർസെൻറ്റേജ് ക്ലോസ് ചെയ്യാമെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. അപ്പോൾ ഞാനിവിടെ 100% ആണ് ക്ലോസ് ചെയ്തത്. കുറച്ച് ക്ലോസ് ചെയ്താൽ മതിയെങ്കിൽ കുറച്ച് പെർസെൻറ്റേജ് നിങ്ങൾ കൊടുത്തിട്ട് ക്ലോസ് ചെയ്യുക. അപ്പം എനിക്കിവിടെ എസ്റ്റിമേഷൻ P&L പറഞ്ഞാൽ $2+ ആണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ അറ്റ് എ ടൈം $7 മൈനസ് കാണിക്കുന്നുണ്ട്. അത് ബഗ് ആയതുകൊണ്ടാണ്. സോ ഞാൻ ജസ്റ്റ് റീഫ്രഷ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് ബഗ് ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ലീഡർ ബോർഡിൻ്റെ ഒരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ നിൽക്കുന്നവരെയൊക്കെ കാണാം. സോ അക്കൗണ്ടിൽ എത്ര വാല്യൂ ഉണ്ടെന്നുള്ളതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ലീഡർ ബോർഡിൽ ടോപ്പ് ആവുന്നത്. കാരണം ടോപ്പ് 1ൽ നിൽക്കുന്നതിൻ്റെ P&L എന്നൊക്കെ പറയുന്നത് -36,000 ഒക്കെയാണ്. സോ അതൊന്നും വലിയ കാര്യമല്ല. നിങ്ങൾ ലീഡർ ബോർഡ് കണ്ടിട്ടൊന്നും പേടിക്കേണ്ട. നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കുക. അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ നിങ്ങൾക്കിവിടെ പോർട്ട്ഫോളിയോ കാണാം. നിങ്ങളുടെ ലോസും പ്രോഫിറ്റും എല്ലാം നിങ്ങൾക്കിവിടെ ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ വാൾസ് ഉണ്ട്, കറൻ്റ്ലി ഓപ്പൺ അല്ല, കമ്മിങ് സൂൺ എന്നാണ് അവർ കാണിക്കുന്നത്. അതേപോലെ തന്നെ പ്രീ ഡിപ്പോസിറ്റ്, AP ഇതെല്ലാം ഇവിടെ കാണാം. ഇതെല്ലാം കമ്മിങ് സൂൺ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എന്നൊരു സെക്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സെക്ഷൻ നിങ്ങൾ വിടാനേ പാടില്ല. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ഈ ബഗ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പേപ്പർ എടുത്ത് വെച്ച് നോട്ട് ചെയ്യണമെന്ന്. അതിൻ്റെ ആവശ്യം ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ഈ ഒരു ബഗ്സ് എല്ലാം തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. സോ ബഗ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. ഏതൊരു പ്രൊജക്ട്സിനും അവരുടെ ട്രൂ കോൺട്രിബ്യൂട്ടേഴ്സിനെയാണ് അവർക്ക് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അതായത് അവരുടെ പ്രൊജക്റ്റിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തരിക, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയും അതിനെ മാറ്റാത്തക്ക രീതിയിലുള്ള സജഷൻസ് കൊടുക്കുകയും നല്ലൊരു ഫീഡ്ബാക്ക് കൊടുക്കുകയും അവരുടെ ബഗ്സ് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന റിയൽ യൂസേഴ്സിനെ, റിയൽ കോൺട്രിബ്യൂട്ടേഴ്സിനെയാണ് അവർക്ക് ആവശ്യമെന്ന് ഞാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ ഫീഡ്ബാക്ക് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബഗ്സും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളവിടെ റിപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സ് പറയാനുണ്ടെങ്കിൽ അത് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ സജഷൻസ് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയുക. ഇത് പറയാനുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. സോ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ബഗ്സും ഒക്കെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യണം, ബെസ്റ്റായിട്ട് ചെയ്യണം. അതുകൊണ്ട് ഇത് നിങ്ങളുടെ എയർ ഡ്രോപ്പിനെ അല്ലെങ്കിൽ നിങ്ങളുടെ റിവാർഡിനെയും കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതും അവരുടെ ക്രൈറ്റീരിയയിൽ പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. അതായത് ഡെയിലി നിങ്ങൾ ട്രേഡ് എടുക്കുക, അവരുടെ നിങ്ങളുടെ P&L നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഫീഡ്ബാക്ക് സെക്ഷൻ എടുത്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, ഇനി ഇതല്ലാതെ നമുക്ക് കൂടുതൽ റിവാർഡ്സ് കിട്ടാനുള്ളൊരു മാർഗം കൂടിയാണ് ഡിസ്കോഡ് എന്ന് പറയുന്നത്. സോ ഇവരുടെ ഡിസ്കോഡ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഡിസ്കോഡിൽ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ റോൾസ് ക്ലെയിം ചെയ്യണം. സോ റോൾ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 10-20 റോൾസോളം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഭൂരിഭാഗവും ലെവൽസിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് റോൾസ് ലഭിക്കുക. ലെവൽസ് കൂടുന്നതനുസരിച്ച് ഓരോ റോളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ കൂടാതെ സ്പെഷ്യൽ റോൾസ് ഉണ്ട്. അതായത് AMAയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന സ്പെഷ്യൽ റോൾസ് ഉണ്ട്. സോ അതും നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു റോൾസ് എല്ലാം തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ലെവൽസ് കൂടുന്നതനുസരിച്ച് ചില റോൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സോ അപ്പോൾ ഈ ലെവൽസ് കൂട്ടുന്നത് എങ്ങനെയാണ്? ജനറൽ ടാറ്റിൽ പോയിട്ട് നോർമലി GM ഇടുക, GN ഇടുക, എന്തെങ്കിലും സംസാരിക്കുക. ഇങ്ങനെയൊന്നും ചെയ്തത് കൊണ്ട് ലെവൽസ് കൂടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ലെവൽസ് കൂടില്ല.
പകരം ജനറൽ ചാറ്റ് എടുത്തിട്ട് നിങ്ങൾ മറ്റുള്ളവർ ചോദിക്കുന്ന ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യുക. നോർമൽ ഹലോ ഹായ് ഇതൊന്നിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടായിരിക്കും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതിനെപ്പറ്റി നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുക, അതിനെക്കുറിച്ച് നിങ്ങൾ പറ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെയൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് ലെവൽസ് കൂടുതലായിരിക്കും. കൂടാതെ സജഷൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. സജഷൻസ് നൽകുകയാണെങ്കിൽ അവിടെ നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് കൊണ്ട് കൊടുക്കും. നിങ്ങളുടെ സജഷൻസ് പറയുമ്പോൾ അതിലൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലെവൽസ് കൂട്ടാവുന്നതാണ്. സോ ഇങ്ങനെയൊക്കെ ലെവൽസ് കൂട്ടിക്കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, റോൾസ് ക്ലെയിം ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ പ്രോഡക്റ്റ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാം. പ്രോഡക്റ്റ് ഫീഡ്ബാക്ക് ഇപ്പോൾ കറൻ്റ്ലി ക്ലോസ്ഡ് ആണ്. അവരത് റിവ്യൂവിൽ എന്തോ ആണ് ഇപ്പോൾ നിലവിൽ. സോ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതും ചെയ്യേണ്ടതാണ്. അവിടെ പോയി ജസ്റ്റ് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾ താഴേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ 3 സെക്ഷൻസ് കാണാം. ജോയിൻറ്റ് ഡെസിബിള്, കോൺടാക്ട് ഹബ്ബ്, പിന്നെ ക്രിയേറ്റർ ഹബ്ബ്. ഇങ്ങനെ 3 സെക്ഷൻസ് നിങ്ങൾക്ക് കാണാം. ജോയിൻറ്റ് ഡെസിബിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ് പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളിവിടെ ഷെയർ ചെയ്യണം. സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് മിനിമം 100 ഫോളോവേഴ്സെങ്കിലും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവരുടെ ആ ഒരു സ്പെഷ്യൽ റോള്, ഡെസിബിൾ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ റോളുണ്ട്, ആ ഒരു റോള് ലഭിക്കുകയുള്ളൂ. സോ നിങ്ങൾക്ക് 100 ഫോളോവേഴ്സ് നിങ്ങൾ എങ്ങനെയും എത്തിക്കുക, എന്നിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ വെരിഫൈഡ് ടിക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ഈ ഒരു സ്പെഷ്യൽ റോള് ക്ലെയിം ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ കമ്പാരിറ്റീവ്ലി 100 ഫോളോവേഴ്സ് ഉള്ള ആളെക്കാട്ടിലും കൂടുതൽ ചാൻസ് വെരിഫൈഡ് ടിക്ക് ഉള്ളവർക്കായിരിക്കും. ഇനി രണ്ടാമത്തെ പറഞ്ഞാൽ കോണ്ടന്റ് ഹബ്ബാണ്. ഇവിടെ നിങ്ങളുടെ PNL കാർഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പിക്ക് നിങ്ങൾ നിങ്ങളുടെ ട്വിറ്ററിൽ നിങ്ങൾ ട്വീറ്റ് ചെയ്യണം. നല്ലൊരു ത്രെഡായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ട്വീറ്റ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് വിത്ത് ഫീഡ്ബാക്ക്, ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കോട് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ട്വിറ്ററിൽ. ദെൻ അതിൻ്റെ ലിങ്ക്, ആ ഷെയർ ചെയ്ത പോസ്റ്റിൻ്റെ ലിങ്ക് ഇവിടെ കൊണ്ടുവന്ന് കോപ്പി ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ പോസ്റ്റിനനുസരിച്ച് നല്ല നല്ല പോസ്റ്റുകൾക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് XP ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അടുത്തത് പറഞ്ഞാൽ ക്രിയേറ്റർ ഹബ്ബാണ്. ഇവിടെ നിങ്ങൾ ഡെസിബിളിനെ കുറിച്ചിട്ട് മീംസോ ഷോർട്സോ വീഡിയോ ക്ലിപ്സോ അങ്ങനെ പോസ്റ്ററോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ഐഡിയാസോടുകൂടി എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഇവിടെ ഇതിനകത്ത് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചായിരിക്കും ഇവിടെ നിങ്ങൾക്ക് XP ലഭിക്കുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് അവിടെ ട്രേഡിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾക്ക് ട്രേഡിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ, ട്രേഡിംഗ് ചാർട്ടൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് അനാലിസിസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ലൈക്ക് പ്രഡിക്ഷൻ പോലെ നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ ഷെയർ PNL ഒക്കെ ഉണ്ട്. PNL ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അവിടെ. പിന്നെ ക്രിപ്റ്റോ ന്യൂസ്, പ്രഡിക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ ഡിസ്കോഡിൽ മാക്സിമം നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ഡിസ്കോഡിൽ കൂടുതൽ നേരം എൻഗേജ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക. സോ നോർമൽ ടാസ്കുകൾ മാത്രമല്ല, ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നോർമൽ ടാസ്കുകളോടൊപ്പം തന്നെ അതായത് ഇവിടെ നിങ്ങൾക്ക് 155 ലെവലോളം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത്രയും ലെവൽ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. എങ്ങനെയെങ്കിലുമൊക്കെ പരിശ്രമിച്ച് നിങ്ങൾ അത്രയും ലെവലിലേക്ക് തന്നെ എത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. എനിക്കറിയാം വീഡിയോയുടെ ലെങ്ത് നല്ല കൂടുതലായിരിക്കും, പക്ഷേ ഈ ഒരു വീഡിയോ ഇത്രയും തന്നെ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്. സോ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് ഒരു ലേണിംഗ് സീരീസുമായിട്ട് തന്നെ നമുക്ക് വരാം, പിന്നെയും കാണാം എന്നും പറഞ്ഞ് നമ്മുടെ എയർ ഡ്രോപ്പും കാര്യങ്ങളൊന്നും സ്റ്റോപ്പ് ആവുന്നില്ല. എയർ ഡ്രോപ്പുകളും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തതായിരിക്കും. ഒപ്പം നമ്മുടെ ലേണിംഗ് സീരീസ് ഉണ്ടാവും ക്രിപ്റ്റോയുടെ. സോ നിങ്ങൾ ആ ഒരു സീരീസ് നന്നായിട്ട് കാണുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. നല്ല രീതിയിൽ ക്രിപ്റ്റോയിൽ നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ തന്നെ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ തന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലതായിട്ട് വരുന്നത്. ബൈ ഗൈസ്.